രാവും പകലും അധ്വാനിച്ചിട്ട് ഈ കാണുന്ന പണവും സ്വത്തും എല്ലാം ഉണ്ടാക്കിയത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ബാലു, 1-2 വട്ടം ഫോൺ റിങ് ചെയ്തു. കേട്ടേന്ദ്രേ, ഞാൻ പ്രകാശിനോട് പറയായിരുന്നു. പ്രകാശ് ഇടയ്ക്കിടയ്ക്കിടെ വരികയും കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യുമ്പോഴാ മനസ്സൊന്ന് ഫ്രഷ് ആവുന്നെന്ന്. ശരിയല്ലേ? വ്യക്തിപരമായ കാര്യങ്ങൾ ഞാനിപ്പോ സംസാരിക്കുന്നത് പ്രകാശിനോട് മാത്ര. സത്യപ്രകാശ്, എനിക്കും അങ്ങനെയാ. എന്റെ കുടുംബത്തിലെ ആരൊക്കെ പോലെ ഇപ്പൊ എനിക്ക് നിങ്ങളും. ഒരു മിനിറ്റ്. ഹലോ മധു. ആണോ? ഗുഡ് ഗുഡ് ഗുഡ്. വെറുതെ അങ്ങ് കൊണ്ടുപോയാ പോരാ, തിരിച്ചു വരാത്ത രീതിയിൽ കൊടുക്കണം. ഓക്കെ മധു. ഓക്കെ, താങ്ക്സ്. ചന്ദ്രേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയല്ല, നമ്മളെ കാത്തിരുന്ന വാർത്ത, കണ്ണും മനസ്സുമൊക്കെ നിറയുന്ന വാർത്ത. പ്രഭയെ IPS പൊക്കി. ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയിന്നാ പറഞ്ഞു കേട്ടെ. ഡിപ്പാർട്ട്മെന്റ് ഇത് മധുവാ വിളിച്ചേ. എന്റെ ആളാ. എന്റെ മോളെ കരയിപ്പിച്ച ഓരോരുത്തരെയായിട്ട് ഞാൻ അകത്താക്കും. മീരമോക്ക് വേണ്ടി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ. ബാലു, ചോദ്യം ചെയ്യാനാണോ അതോ അറസ്റ്റ് തന്നെയാണോ? ഇതൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കും. എന്തെങ്കിലും ആനുകൂല്യം പ്രതികളോട് കാണിച്ചാൽ അപ്പ ഞാൻ ഇടപെടും. സാർ, സത്യം പറഞ്ഞാൽ കേട്ടിട്ട് അല്പം വിഷമം തോന്നുന്നു. വിഷമം തോന്നുന്നു? എന്തിനാണ് പ്രകാശ് ദുഷ്ടന്മാരോട് സഹതാപം തോന്നുന്നേ? പ്രകാശിന്റെ മനസ്സിലെ നന്മയായിരിക്കും പ്രകാശിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. പക്ഷേ നേരിന്റെ കണിക പോലുമില്ലാത്തവരെ ഈ ചന്ദ്രോത്തുകാര്. ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തവരവരൊക്കെ. കണ്ണിന് കണ്ണ്, അങ്ങനെ വേണം അവരോടൊക്കെ. അവരുടെ കണ്ണീര് കൊണ്ട് വേണം ഞങ്ങളുടെ വേദന കഴുകിക്കളയാനായിട്ട്. സാറ് പറയുന്നത് നേരെ. ഈ ദുഷ്ടത ചെയ്ത ആരായാലും സഹതാപം അർഹിക്കുന്നില്ല. പ്രഭാമേടത്തെ എനിക്കറിയാം. പെട്ടെന്ന് കേട്ടപ്പോ വല്ലാതെ തോന്നി. വേണ്ട പ്രകാശ്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വിഷമിച്ചാല് നമ്മുടെ മനസാക്ഷി നമ്മളെ പുച്ഛിക്കും. വലിയ പ്രൊഫസർ ഇനി അഴിയണ്ണവള്. പ്രകാശകത്തേക്ക് വന്നേ, നമുക്കൊരൊന്നും കഴിക്കാം. വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.